ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചിലപ്പോഴൊക്കെ നമുക്ക് ഇത്തിരി മധുരം കഴിക്കണമെന്ന് തോന്നും അല്ലേ? അതും കേക്കൊക്കെ ആണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. കുട്ടികൾക്കാണെങ്കിലും വളരെ ഇഷ്ടമാണ് കേക്ക്. എന്നാൽ അത് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് അത് പലപ്പോഴും ഉണ്ടാക്കാൻ നമ്മൾ മടിക്കാറുണ്ട്. എന്നാൽ ഇനി മടി പിടിച്ചിരിക്കേണ്ട, ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. എങ്ങനെയാണ് രുചികരമായ ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിനായിട്ട് ഞാൻ ആട്ടമാവാണ് ഉപയോഗിക്കുന്നത്. ആട്ട കൊണ്ടുള്ള കേക്കാണിത്. ആട്ടയ്ക്ക് പകരമായിട്ട് റാഗി വേണമെങ്കിലും യൂസ് ചെയ്യാം. 1 കപ്പ് ആട്ടമാവ്, 120 ഗ്രാം, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ആട്ടമാവ് കൊണ്ടുള്ള കേക്ക് അത്ര ടേസ്റ്റ് ആയിരിക്കില്ല, അതുപോലെ സോഫ്റ്റ് ആയിരിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ മെഷർമെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതിനോടൊപ്പം തന്നെ ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറച്ച് പാൽപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർക്കുന്നുണ്ട്. കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ പാൽപ്പൊടി മാത്രം മതിയാവും. ഇതിൻ്റെ കൂടെ മധുരത്തിനായിട്ട് ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ല കറുത്ത ശർക്കരയാണ്, 3/4 കപ്പോളമുണ്ട്. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1/2 കപ്പ് തൈരും 1/4 കപ്പ് ബട്ടറും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലുള്ളൊരു ബീറ്റർ ഉണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് ബീറ്റ് ചെയ്യാനായിട്ട്, പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ആകും. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം പാൽ ചേർക്കാം. 1/2 കപ്പ് പാലാണ് ചേർക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഈ ശർക്കര ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ശർക്കര നല്ല വൃത്തിയുള്ളതായിരിക്കണം, മണ്ണും അഴുക്കും ഒന്നും ഇല്ലാത്തതാണെന്ന് ഉറപ്പുവരുത്തുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കപ്പ് കേക്ക് പാനിലാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി പാൻ ചൂടാക്കാനായിട്ട് വയ്ക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഒരു റിങ്ങും ഒരു പ്ലേറ്റും വച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. ഇനി മറ്റൊന്നും തന്നെ ഇല്ല. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യുക. ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ബേക്കിംഗ് സോഡ ഒഴിവാക്കിയത്. എത്രയൊക്കെ ഹെൽത്ത് കോൺഷ്യസ് ആയാലും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരാതിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇതിൽ കുറച്ചുകൂടി പാലൊഴിക്കുകയാണ്. ഒരു 1/4 കപ്പ് പാൽ കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പം മൊത്തമായിട്ട് 3/4 കപ്പ് പാലാണ് ഒഴിച്ചത്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതുണ്ടാക്കാനായിട്ട് പേപ്പർ കപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പേപ്പർ കപ്പ് ഓവനിൽ വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത് പാനിൽ വയ്ക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ ചെറിയ കിണ്ണം വച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് സ്പ്രെഡ് ആവുകയില്ല. 2 സ്പൂൺ വീതം ഇതിലൊഴിക്കാം. വലിയ കപ്പാണിത്. അപ്പോൾ ഇതിൽ പകുതിയാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. കുഞ്ഞുള്ളതുകൊണ്ട് അവൻ എന്നും ഇങ്ങനെ കപ്പ് കേക്കിൻ്റെ കാര്യം എന്നോട് പറയാറുണ്ട്. അതുകൊണ്ട് ഞാനിത് കപ്പ് കേക്ക് എടുത്തതാണ്. ഇതിൽ ചെറുതായിട്ടരിഞ്ഞ വാൾനട്ടാണ് ഇതിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അത് വച്ച് കൊടുക്കാം. കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് അത് ഇട്ട് കൊടുക്കാം. കാണാൻ നല്ല ഭംഗിയായിരിക്കും. പാൻ ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിൽ ഈ കപ്പ് വച്ച് കൊടുക്കാം. എന്നിട്ടിത് അടച്ചു കൊടുക്കാം. ഈ അടപ്പിൽ ഒരു ചെറിയ ഹോളുണ്ട്. അത് അല്പം പേപ്പർ വെച്ച് അടച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റോളം ബേക്ക് ചെയ്യാനായിട്ട് വേണം. ബാക്കി വന്ന മാവാണിത്. ഇത് കേക്ക് ടിന്നിലൊഴിച്ച് ബേക്ക് ചെയ്യുകയാണ്. ഇത് ഇപ്പോൾ 30 മിനിറ്റായി ഇത് വച്ചിട്ട്. കൂടുതൽ വീഡിയോ ലെങ്തി ആക്കണ്ടെന്ന് വിചാരിച്ചാണ് അതൊന്നും കാണിക്കാത്തത്. ഈ ഒരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമുണ്ട്, ശർക്കരയുടെയൊക്കെ നല്ല മണമുണ്ട്. അപ്പോൾ ഇനി കപ്പിലുള്ളത് എന്തായെന്ന് നോക്കാം. ഇപ്പോൾ കപ്പിലുള്ളതും 30 മിനിറ്റ് കഴിഞ്ഞു. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരല്പം കൂടി വേകാനുണ്ട്. 5 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. ഈ കേക്ക് ഇവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഇളക്കി നോക്കാം. നല്ലൊരു കേക്കാണിത്, ചെറിയ കേക്ക്. ഇത്തരം കുഞ്ഞു കുഞ്ഞു കേക്കുകൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും. നല്ല ക്യൂട്ട് കേക്കാണ്. വെറും 1 കപ്പ് ആട്ടമാവ് കൊണ്ടാണല്ലോ ഇത്രയും കേക്ക് ഉണ്ടാക്കിയത്. 4 കപ്പ് കേക്കും കിട്ടി, ഒരു മീഡിയം സൈസിലുള്ള ഒരു ചെറിയ കേക്കും കിട്ടി. അപ്പോൾ ഒരു ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള കേക്ക് റെഡിയാണ്. ഇനി നമ്മുടെ കപ്പ് കേക്ക് എന്തായെന്ന് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് എടുത്ത് മാറ്റാം. ഇതും അല്പം തണുത്തതിന് ശേഷം മാത്രം ഇതിൽ നിന്ന് ഇളക്കിയെടുക്കുക.
കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും. ഇതിൽ ചേർത്തിരിക്കുന്ന സാധനങ്ങളും വളരെ ആരോഗ്യകരമായിട്ടുള്ളതാണല്ലോ. അപ്പോൾ അവർക്ക് സ്കൂളിൽ ടിഫിൻ ബോക്സായിട്ട് കൊടുത്തു വിടാനും ഇത് വളരെ നല്ലതാണ്. ഇതിൽ ചേർത്തിരിക്കുന്ന സാധനങ്ങൾ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉള്ളതാണ്. അതുകൊണ്ട് ഏത് സമയത്തും ഉണ്ടാക്കാൻ പറ്റിയതാണ് ഈ കേക്ക്. വാനില എസൻസിന് പകരം അല്പം ഏലക്കായ് 2-3 എണ്ണം ചേർത്താൽ മതി. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതെല്ലാം വീട്ടിലുണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.